DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11 വ്യാഴം. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തകളും ഇൻഫർമേഷനുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 20% വോട്ടുകൾ ചെയ്തു കഴിഞ്ഞു. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് 1 വോട്ടും, പഞ്ചായത്തിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കായി 3 വോട്ടുമാണുള്ളത്. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. തിരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ചയും അവധിയായിരിക്കും. അടുത്ത അറിയിപ്പ്: തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൃതി പിടിച്ച് നടപ്പാക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേരളത്തിൽ 25 ലക്ഷം പേർ പുറത്താകുമെന്നറിയുന്നു. ഇത്രയും പേരുടെ ഫോം തിരികെ ലഭിച്ചില്ലെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ കമ്മീഷന് റിപ്പോർട്ട് നൽകി. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാകുമ്പോൾ എണ്ണം ഇനിയും ഉയർന്നേക്കാം. മരിച്ചവർ, കണ്ടെത്താൻ സാധിക്കാത്തവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇരട്ടിപ്പ് വന്നവർ, മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലാണ് റിപ്പോർട്ട് നൽകിയത്. കടുത്ത ജോലി സമ്മർദ്ദവും അപര്യാപ്തമായ പരിശീലനവുമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാകുവാൻ കാരണമാകുന്നതെന്ന് ആക്ഷേപവുമുണ്ട്. വോട്ടവകാശത്തിന് അർഹതയുള്ള നിരവധി പേർക്ക് ഫോം ലഭിച്ചിട്ടില്ല. ജോലിയുടെ ഭാഗമായി നഗരങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും മറ്റും താമസിക്കുന്നവർ, ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി മാറിയവർ തുടങ്ങിയവരെ പരിശോധനയില്ലാതെ കണ്ടെത്താൻ കഴിയാത്തവർ വിഭാഗത്തിൽപ്പെടുത്തിയെന്ന് പരാതിയുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ കരട് പട്ടിക ഡിസംബർ 23 പ്രസിദ്ധീകരിക്കും. ജനുവരി 22 വരെ അവകാശവാദവും എതിർപ്പുകളും അറിയിക്കാനാകും. ഓരോ നിർദ്ദേശത്തിനും പ്രത്യേകം ഫോമുകൾ ഉണ്ടാകും. പേര് ചേർക്കാൻ ഫോം 6, NRI പൗരന്മാർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം 6A, പേര് നീക്കാൻ, അതായത് മരണം, സ്ഥലമാറ്റം, ഇരട്ടിപ്പ് തുടങ്ങിയവ മൂലം പേര് നീക്കുന്നതിന് ഫോം 7, തിരുത്തലിനോ താമസ സ്ഥലം മാറ്റാനോ ഫോം 8 എന്നിവ ഉപയോഗിക്കണം. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കുന്ന അവകാശവാദങ്ങളും എതിർപ്പുകളും പരിശോധിച്ച് തീരുമാനമെടുക്കും. തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 15 ദിവസത്തിനകം അപ്പീൽ നൽകാം. അടുത്ത അറിയിപ്പ്: ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കേരള ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുമായി സഹകരിച്ച് രാഷ്ട്രപതി കവച് റോഡ് സേഫ്റ്റി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. അപകടങ്ങളിൽ മരണം, സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ 2 ലക്ഷം രൂപ, ചികിത്സാ ചിലവുകൾക്കായി 2 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യം. 18-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പോളിസിയിൽ ചേരാം. ഒരാൾക്ക് 320 രൂപയാണ് പ്രീമിയം. ഇതിൽ 50 രൂപ IMA കേരള ബ്രാഞ്ച് അടയ്ക്കും. 20 രൂപ പങ്കെടുക്കുന്ന ആശുപത്രിയും 250 രൂപ വ്യക്തിയും അടക്കണം. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തെ 2000 രൂപ തിരഞ്ഞെടുപ്പിന് ശേഷം വിതരണം ചെയ്യുമെന്നറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ്. ഡിസംബർ 13 ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഇതിനുശേഷം ഡിസംബർ 15 തിങ്കൾ മുതൽ 2000 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പെത്തിയത്. 1045 കോടി രൂപ ഇതിനായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 25 ക്രിസ്മസിന് മുൻപായി തന്നെ ഡിസംബർ മാസത്തെ പെൻഷനായ 2000 രൂപ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുന്ന രീതിയിലായിരിക്കും വിതരണം. 15-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. ഡിസംബർ 17, 18 തീയതികളിലായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുക. അതോടൊപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തെ തുകയാണ് നിലവിൽ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അവർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയല്ല, മറിച്ച് പഴയ ഗഡു തന്നെയായ 1600 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാവർക്കും ഈ തുക ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയിപ്പുകൾ. ഇനി ഡിസംബർ മാസം 15-ാം തീയതി ഒരു ഗഡു കൂടി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.